ചേട്ടൻ ജിഷ്ണു ദേവുമായിട്ട് സിനിമ ചെയ്യാറുണ്ട്. അപ്പോൾ ജിഷ്ണു ദേവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്ക് എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്ക് പറഞ്ഞാൽ ജിഷ്ണു ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ ചെയ്തത്. കാര്യം ജിഷ്ണുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജിഷ്ണു. ശരിക്ക് ക്യാമറ സിനിമാറ്റോഗ്രാഫി വളരെ ഭംഗിയായി ചെയ്യുന്ന ആളാണ്. കാര്യം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അത് പോയിട്ട് സംവിധാനം കൂടെ പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് അത്രയും പിന്നെ ഒരു സീൻ എടുക്കുമ്പോൾ അത്രത്തോളം ഭംഗിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ പുള്ളിക്കാരൻ വർഷങ്ങൾ കൊണ്ട് ഈ ഫീൽഡ് തന്നെയാണ്, സിനിമാ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് സിനിമാ മേഖലയാണ് എനിക്കിഷ്ടം, ജിഷ്ണുവിനും അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ സംവിധായകന്മാർ വിളിച്ചാലും സിനിമ ഞാൻ പോയി അഭിനയിക്കും. പിന്നെ കൂടുതലിപ്പോൾ ജിഷ്ണുവായിട്ടാണ് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏത് ഒരു കഥാപാത്രം കിട്ടിയാലും ചേട്ടൻ ചെയ്യാൻ വില്ലിംഗ് ആണോ? ഏത് കഥാപാത്രമായാലും ഇപ്പം അഭിനേതാവിനെ സംബന്ധിച്ചിട്ട് ഏത് കഥാപാത്രം കിട്ടിയാലും അഭിനയിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പിന്നെ ജിഷ്ണുവിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. പാരാനോർമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമ ശരിക്ക് അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് ജിഷ്ണുദേവ് തന്നെ സംവിധാനം, അത് ആൾറെഡി ഒഫീഷ്യൽ റിലീസാണ് ആ പടം. ശരിക്ക് അത്രയും ഹോളിവുഡ് ലെവൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ എല്ലാ മേക്കിങ്ങും വളരെ ഗംഭീരമായിട്ട് ഉണ്ട്. ഞാൻ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ട് സിനിമ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാര്യം അതിൻ്റെ ബി ജി എം ഒക്കെ ഇറ്റാലിയനിലുള്ള ഒരാളാണ് BGM ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാരനോർമൽ എന്ന സിനിമ അമേരിക്കൻ കമ്പനിയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ജിഷ്ണു ദേവ് എല്ലാ രീതിയിലും പിന്നെ നല്ലൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അങ്ങനെയാണ്. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയമാണ് എൻ്റെ കൂടുതൽ പാഷൻ. പിന്നെ ഇതിൻ്റെ കൂടെ പാടാനായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പാടും. പിന്നെ സിനിമ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.